നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇവളുടെ ഹോസ്റ്റൽ ഫീ കൊടുക്കുന്നതും കമ്പനിയല്ലേ? ഗന്ധർവന്റെ പ്രശ്നം ഉണ്ടായപ്പോ എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല എന്ന് ചോദിച്ച് കൈലാഷിനോട് വഴക്കിന് വന്നത് നിനക്ക് ഓർമ്മയില്ലേ? ഈ അസമയത്ത് തന്നെ ഇവളെ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിടണമെന്ന് നിങ്ങൾക്കല്ലേ നിർബന്ധം? കൈലാഷിനെ വിളിച്ചു വരുത്തി ഞാൻ ഇവളെ ഇപ്പൊ തന്നെ പറഞ്ഞയച്ചോളാം. ഭൂമികയാ, പാറുവിന്റെ ഹോസ്റ്റൽ വാർഡൻ. പറയൂ മാഡം. കൈലാഷിനൊന്ന് ഇവിടം വരെ വരാൻ കഴിയോ? പാറുവിന്റെ ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടിയാ. എന്താ മാഡം? പാർവതിക്ക് എന്തെങ്കിലും അസുഖം? പേടിക്കൊന്നും വേണ്ട, അവക്ക് അസുഖമൊന്നുമില്ല. പിന്നെ എന്തിനാ മാഡം എന്നെ ഈ സമയത്ത് വിളിച്ചത്? നേരിട്ട് പറയാം. കൈലാഷ് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരണം, പെട്ടെന്ന് വരണം. ഓക്കെ മാഡം, ഉടനെ വരാം. ആരും ഒന്നും അറിയരുത്, നീ പോയിക്കോ. പാറു പോവാനല്ലേ പറഞ്ഞത്? പോ. നീ എങ്ങോട്ടാ? ഡാഡി, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ഇടം വരെ പോണം. ഈ സമയത്തോ? ഈ സമയത്ത് എന്താ എത്ര അത്യാവശ്യം? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. കൈലാഷ്, ഉറങ്ങിക്കിടന്ന നീ ഈ വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് ചാടി എണീറ്റ് എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോ നീ ഒന്നും പറയുന്നുമില്ല. എത്ര വലിയ അത്യാവശ്യമാണെങ്കിലും ഈ സമയത്ത് എങ്ങോട്ടും പോകണ്ട. എനിക്ക് പോണം, പ്ലീസ് ഡാഡി. ആദ്യം എവിടേക്കാണെന്ന് പറയേ. പാർവതിയുടെ ഹോസ്റ്റൽ വാർഡൻ എന്നെ വിളിച്ചിരുന്നു. പാർവതിക്ക് എന്തോ പ്രശ്നം. എന്ത് പ്രശ്നം? അത് പറഞ്ഞില്ല, നേരിട്ട് പറയാന്നാ പറഞ്ഞ. പാർവതിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഹോസ്റ്റൽ വാർഡൻ എന്താ നിന്നെ വിളിക്കുന്നത്? അവളുടെ വീട്ടുകാരെയല്ലേ വിളിക്കേണ്ടത്? നീ അവളുടെ ആരാ? അവളുടെ കാര്യം പറയാൻ ഹോസ്റ്റൽ വാർഡൻ ആ സമയത്ത് നിന്നെ വിളിച്ചത് തന്നെ തെറ്റ്. കേട്ട പാടെ ചാടി എണീറ്റ് ഹോസ്റ്റലിലേക്ക് പോകാൻ ഇറങ്ങിയത് നിന്റെ തെറ്റ്. നീ ഇപ്പോ എങ്ങോട്ടും പോകുന്നില്ല. ഡാഡി, ഹോസ്റ്റൽ വാർഡൻ വീണ്ടും വിളിക്കുകയാണെങ്കിൽ കാലത്ത് വരാന്ന് പറഞ്ഞാൽ മതി. അതല്ല ഡാഡി, പാർവതിക്ക് എന്തൊക്കെയോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. 2 തവണ അവൾ അൺകോൺഷ്യസ് ആയി വീണതാ. വീണ്ടും അതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അല്ലാതെ ഭൂമിക മാഡം ഈ അസമയത്ത് എന്നെ വിളിച്ച് അവിടേക്ക് ചെല്ലാൻ പറയില്ല. അവൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകല്ലേ വേണ്ടത്. അതിനവിടെ ഹോസ്റ്റൽ വാർഡനുണ്ട്, അവളുടെ റൂംമേറ്റ്സ് ഉണ്ട്. നീ പോയിട്ട് എന്ത് ചെയ്യാനാ? നീ ഒരു ബിസിനസ്മാനാ, അല്ലാതെ ഡോക്ടർ അല്ലല്ലോ. അതൊക്കെ വാർഡനും അറിയാവുന്നതല്ലേ. എന്നിട്ടും അത്യാവശ്യമായിട്ട് ചെല്ലാൻ പറഞ്ഞെങ്കിൽ സീരിയസ് ആയിട്ട് എന്തോ പ്രശ്നമുണ്ടെന്നല്ല അർത്ഥം. പാർവതി ഇവിടെ വയ്യാതെ കിടക്കുമ്പോ എനിക്കിവിടെ സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയില്ല ഡാഡി. പാർവതി ഓർത്ത് നീ ഇത്ര വറീഡാവുന്ന എന്തിനാ? അതിന്റെ കാരണം ഡാഡിക്ക് അറിയില്ലേ? നിന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഈ സമയത്ത് നിന്നെ പോകാൻ ഞാൻ സമ്മതിക്കില്ല. പോയി കിടക്ക്. ഡാഡിക്ക് എന്നെ വിശ്വാസമില്ല. കള്ളം പറഞ്ഞ് ഞാൻ വേറെ എവിടേക്കാ പോകുന്നെന്നാ ഡാഡിയുടെ സംശയം. എന്നെ അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ ഭൂമിക മാഡത്തെ വിളിക്കാം. ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ഡാഡി തന്നെ ഭൂമിക മാഡത്തോട് ചോദിച്ചു നോക്ക്. കൈലാഷ്, വേണ്ട, വിളിക്കണ്ട. ഡാഡിക്ക് എന്നോട്ടും വിശ്വാസമില്ലല്ലോ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാ ഡാഡി എന്റെ കൂടെ വാ. നേരിട്ട് കണ്ട ഡാഡിക്ക് വിശ്വാസമാവുമല്ലോ. വാ ഡാഡി. ഇല്ല, ഞാൻ വരുന്നില്ല. നീ വയ്ക്കോ, പെട്ടെന്ന് വരണം. ശരി ഡാഡി.
മാഡം, ഈ സമയത്ത് മാഡത്തിന്റെ കോൾ വന്നപ്പോ ഞാൻ ശരിക്കും ടെൻഷനായി. പാർവതിയെ കണ്ടപ്പോഴാ സമാധാനമായത്. അല്ല, മാഡം എന്തിനാ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? പാറുവിന്റെ കാര്യം പറയാൻ തന്നെയാ. ഞാൻ പറയാം കൈലാഷ്. പാർവതി കമ്പനിയിൽ നിന്ന് പോയത് വൈകുന്നേരം 5 മണിക്കാ. പക്ഷേ ഒരു 15 മിനിറ്റ് മുമ്പാ ഇവൾ ഇവിടെ എത്തിയത്. പാർവതി, നീ എവിടെയായിരുന്നു? ആ, അത് തന്നെയാണെന്നേ ഞങ്ങളുടെയും ചോദ്യം. പക്ഷേ മാഡം എത്ര ചോദിച്ചിട്ടും പാർവതി ഒന്നും പറയുന്നില്ല. അവൾ ഓരോരോ കള്ളത്തരങ്ങൾ പറയോ.